അശ്വൻ ശ്രുതിയുടെ വരാനിരിക്കുന്ന ഒരടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജലിയുടെ സീമന്ത ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ശ്യാമിനാണെങ്കിൽ എങ്ങനെയെങ്കിലും അശ്വനെ ഇല്ലാതാക്കണം, അതുമാത്രമല്ല സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നും ശ്യാമിൻ്റെ മനസ്സിൽ പ്ലാൻ നെയ്തുകൊണ്ടിരിക്കുക. അശ്വനോടുള്ള ദേഷ്യം പക പോലെ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുവാണ്. അതിനായിട്ട് ശ്യാം ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇല്ലാത്ത മീറ്റിംഗ് എന്നും പറഞ്ഞ് അശ്വനെ അവിടെ നിന്ന് മാറ്റണം. എന്നിട്ടാദ്യം അഞ്ജലിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം, അതിനുശേഷം അശ്വനെയും ഇല്ലാതാക്കണം എന്നാണ് ശ്യാം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ടെന്ന് വീട്ടിൽ പറയുമ്പോഴേ ശ്രുതിക്ക് വലിയ സങ്കടമായിരിക്കും. എന്നാ അഞ്ജലി പറയുന്നുണ്ട് അശ്വൻ്റെ അടുത്ത്, കുഞ്ഞാ, ശ്രുതിക്ക് നല്ല സങ്കടമുണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, നീ മീറ്റിങ്ങിന് പോകുമ്പോൾ ശ്രുതിയെയും കൊണ്ടുപോ. ഇത് കേൾക്കുന്ന ശ്യാമ ഒന്ന് ഞെട്ടുന്നുണ്ട്. പ്ലാനിംഗ് ഒക്കെ ഇല്ലാതാവില്ലേ? എന്നാ അശ്വൻ പറയുന്നുണ്ട്, ആ ചേച്ചി, ഞാനെന്തായാലും ശ്രുതിയോട് പറയാം, അവളെൻ്റെ കൂടെ പോരുവാണെങ്കിൽ ഞാൻ അവളും കൂടെ പോവാമെന്ന്. ശ്യാമിനത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. എന്തായാലും ശ്രുതിയെ തട്ടിക്കൊണ്ടുപോയി ഇല്ലാതാക്കാനൊന്നും ശ്യാം ശ്രമിക്കില്ലല്ലോ. എങ്ങനെയെങ്കിലും ശ്രുതിയെ സ്വന്തമാക്കണമെന്നല്ലേ ശ്യാം കരുതുന്നത്. എന്തായാലും അശ്വിൻ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ശ്രുതി വലിയ സങ്കടത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. ശ്രുതിയുടെ അടുത്ത് ചെന്ന് അശ്വിൻ ചോദിക്കുന്നുണ്ട് ഒന്നും അറിയാത്ത ഭാവത്തില്, അല്ല ശ്രുതി, നിനക്ക് എന്തോ സങ്കടമുണ്ടല്ലോ, എന്തു പറ്റി? ഇനി ഞാന് ട്രിപ്പിന് പോകുന്നതാണോ നിനക്ക് പ്രശ്നം? എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉള്ളതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പോവില്ലല്ലോ. അതൊന്നും അല്ല. എന്നാലും അഞ്ജലി ചേച്ചിയുടെ സീമന്തം നടക്കുമല്ലേ, ആ സമയത്ത് അശ്വൻ സാർ ഇവിടെ ഇല്ലെങ്കിൽ അതെല്ലാവർക്കും സങ്കടാവില്ലേ? എല്ലാവരുടെ കാര്യം പോട്ടെ, ശ്രുതിക്ക് സങ്കടാവോ? അത് എനിക്ക് സങ്കടമൊക്കെ ആവും. ഇങ്ങനൊരു ചടങ്ങിന് അശ്വൻ സാർ ഇവിടെ വേണ്ടേ? അതൊക്കെ ആ സമയത്ത് ഞാനിവിടെ എത്തും. നീ അതൊന്നും ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. എന്നാലും തനിയെ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് എന്തോ പോലെ. ഞാൻ ഇതുപോലത്തെ മീറ്റിങ്ങിനൊക്കെ തനിയെ തന്നെ പോവാറ്. നീ എന്താ ഇപ്പൊ വലിയ ടെൻഷൻ അടിക്കുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ എൻ്റെ കൂടെ മീറ്റിങ്ങിന് നീയും പോരെ. അയ്യോ, അത് വേണ്ട അശ്വൻ സാറേ. അതെന്താ? എനിക്കിവിടെ കുറച്ച് വർക്കൊക്കെ ഉണ്ട്, കുറച്ച് ഓർഡറൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കൂടെ തന്നെ വേണം, എന്നാലേ കാര്യങ്ങളൊക്കെ ശരിയാവൂ. അതുകൊണ്ടാ. അപ്പം നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാം എന്ന് അശ്വൻ പറയുന്നുണ്ട്. എന്നാലും ശ്രുതിക്കതിൽ ഒരു തരത്തിൽ ഇഷ്ടം ഉണ്ടായിരിക്കില്ല. പിന്നെ എങ്ങനെയാ കൂടെ പോവണ്ട എന്ന് പറയാ എന്നൊക്കെ കരുതിയിട്ടാ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അശ്വൻ മീറ്റിങ്ങിന് പോകുന്നു. എന്നാ അത് ശ്യാമിൻ്റെ ചതിയായിരിക്കും. ശ്യാം അങ്ങനെ അശ്വനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കണ്ണെല്ലാം കെട്ടിയിടുന്നുണ്ട്. എന്നിട്ട് ശബ്ദം മാറ്റിയാണ് ശ്യാം സംസാരിക്കുന്നത്. അശ്വൻ ഒന്നും കാണുന്നുണ്ടായിരിക്കില്ല. എന്നാലും അശ്വൻ പറയുന്നുണ്ട്, തനിക്ക് എന്താ വേണ്ട? താൻ എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നേ? എന്താ നിനക്ക് ആവശ്യം? പണമാണോ? ഞാൻ തന്നേക്കാം, എന്നെ കെട്ടഴിച്ചു വിട്. നിനക്ക് വേണ്ടപ്പെട്ടൊരു സാധന എനിക്ക് വേണ്ടത്. എന്നാ അശ്വൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, കണ്ണു കെട്ടിയാലും ദേഷ്യത്തില്. ഞാൻ പറഞ്ഞതേ നിന്റെ ബിസിനസ്സാ, നിന്റെ ബിസിനസ് എല്ലാം എനിക്ക് വേണം. ഇത്രയും നാളും നീ ഇങ്ങനെ കൊണ്ടു നടന്നതെല്ലാം എനിക്ക് നീ തന്നേ പറ്റൂ. നീ എന്തൊക്കെയാടാ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ട്. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആണോ? അങ്ങനെയാണോ? എന്നാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് ശ്യാമും സംസാരിക്കുക. നല്ല കണക്കിന് ശ്യാം അടിക്കുന്നുമുണ്ട് അശ്വിനെ. പിന്നീടായിട്ട് ശ്രുതിക്ക് ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല. അശ്വിൻ അവിടെ എത്തിയെന്നും പറഞ്ഞ് ശ്രുതിക്ക് വിളിച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് എന്ത് പൊട്ടത്തിലാ തോന്നിയത്. എന്നോട് കൂടെ പോരണോ എന്ന് ചോദിച്ചപ്പോൾ കൂടെ പോയാൽ മതിയായിരുന്നു. എന്നെ ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. ഇവിടെ ഒരാള് കാത്തിരിക്കുന്നുണ്ടെന്നുള്ള ഒരു വിചാരം പോലുമില്ല. ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ അവിടെ എത്തിക്കഴിഞ്ഞാല് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ തനിയിരുന്ന് സംസാരിക്കുക. കുട്ടിഷ്ണന്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുട്ടിഷ്ണ, നീ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? എൻ്റെ വിഷമം എന്താ നീ തിരിച്ചറിയാത്തെ? നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അശ്വൻ സാറിൻ്റെ അടുത്ത് ഞാൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് ഇതുവരെ ഒന്ന് വിളിച്ചിട്ടില്ല. അപ്പോഴായിരിക്കും കൃഷ്ണ വിഗ്രഹം നിലത്ത് വീണ് കിടക്കുന്നത് ശ്രുതി ശ്രദ്ധിക്കുന്നത്. അയ്യോ കുട്ടിഷ്ണ, നീ എന്തിനാ എന്നെ പരീക്ഷിക്കുന്നേ? എനിക്ക് പേടിയാവുന്നുണ്ട്. അശ്വൻ സാറിന് ഇനി എന്തെങ്കിലും സംഭവിച്ചു കാണോ? നീ കൂടെ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ എന്നൊക്കെ ശ്രുതി പറയുന്നു. പിന്നീടായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. ശ്രുതിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരിക്കില്ല. വീണ്ടും വീണ്ടും അശ്വിനെ തന്നെ വിളിക്കുന്നുണ്ട്. ഇത് കാണുന്ന പ്രീതി പറയുന്നുണ്ട്, ശ്രുതി,
നീ എന്താ ഭക്ഷണം കഴിക്കാത്തേ? നീ അശ്വിനെയാണോ വിളിക്കുന്നേ? ഭക്ഷണം കഴിക്ക്, എന്നിട്ട് വിളിച്ചാൽ മതി. ചേച്ചി, ഞാൻ ഒരുപാട് തവണയായി വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. ഫോൺ ഓഫാ. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശ്യാമിന് അത്രയങ്ങ് പിടിക്കുന്നില്ല. ശ്രുതി കൂടുതലായിട്ട് അശ്വിനെ അന്വേഷിക്കുന്നതും അവനോട് സ്നേഹം കാണിക്കുന്നൊന്നും ശ്യാമിന് ഇഷ്ടപ്പെടില്ലല്ലോ. ആകാശ് പറയുന്നുണ്ട്, ശ്രുതി നീ ടെൻഷൻ അടിക്കല്ലേ, ഏട്ടൻ എന്നെ വിളിച്ചിരുന്നു. ഏട്ടൻ അവിടെ എത്തിയെന്നും പറഞ്ഞാ വിളിച്ചത്. ചിലപ്പോൾ മീറ്റിങ്ങിലായിരിക്കും, അതായിരിക്കും ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടെൻഷനൊന്നും അടിക്കണ്ട. ശ്യാമിങ്ങനെ പറയുന്നുണ്ട്, നിന്നെ വിളിച്ചതേ നിന്റെ ഏട്ടനല്ല, ഞാൻ തന്നെയാ ശബ്ദം മാറ്റി സംസാരിച്ച്. ഇനി നിന്റെ ഏട്ടൻ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അവനും നീയും നിങ്ങളെല്ലാവരും ചേർന്നിട്ട് എന്നെ ആ കാർ ഷെഡിനുള്ളിലിട്ട് എന്തൊക്കെയോ വിഷം ചേർത്ത പുക ശ്വസിപ്പിച്ചില്ലേ? അതിനൊക്കെ ഞാൻ എണ്ണി നിന്റെ ഏട്ടനെ കൊണ്ട് പകരം ചോദിപ്പിക്കൂടാ എന്നൊക്കെ മനസ്സ് ചിന്തിക്കുന്നു. ആളിങ്ങനെ മുഖഭാവം മാറുന്നത് കാണുമ്പോൾ മനോരമ ശ്യാമിനെ തന്നെ നോക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കാണുമ്പോൾ പറയുന്നുണ്ട്, ആ ശ്യാമിനെന്താ കറിയാണോ വേണ്ടത് എന്നും പറഞ്ഞ് ശ്രദ്ധ തിരിപ്പിക്കുന്നുണ്ട്. എടാ, നിന്നെ എല്ലാവരും നോക്കുന്നുണ്ട്, ഒന്ന് മുഖം നേരെ വെച്ചിരുന്നേ. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന് എന്നൊക്കെ മനോരമ പതിയ സ്വരത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. അവിടെ നിന്ന് ശ്രുതി എഴുന്നേറ്റ് പോകുന്നുണ്ട്. ബാക്കി എല്ലാവരും എഴുന്നേൽക്കുന്നു. എന്നാ അഞ്ജലി പറയുന്നുണ്ട്, ശ്യാമേട്ട ഇന്നാ ലാസ്റ്റ് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നേ. ശ്യാമേട്ടൻ എൻ്റെ കൂടെ വരില്ലേ? എന്ത് ചോദ്യ രാജകുമാരി, ഞാൻ വരാതിരിക്കോ? അതും അവസാന ചെക്കപ്പല്ലേ, ഞാൻ എന്തായാലും വരും. എന്നാ നമുക്ക് ഇറങ്ങാൻ നോക്കിയാലോ? ശ്യാമേട്ടൻ വന്ന് കൈ കഴുക. അങ്ങനെ ശ്യാം അഞ്ജലിയെ തന്നെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ഇന്ന് നിന്റെ അവസാന പോക്കാടി. ഇതോടുകൂടി നീ ചെക്കപ്പിനായാലും പ്രസവത്തിനായാലും ഈ വീടിന്റെ പുറത്തിറങ്ങില്ല. നിന്റെ കുഞ്ഞിനെ എന്നേക്കുമായിട്ട് ഞാൻ ഇല്ലാതാക്കുവടി എന്നിങ്ങനെ പറയുക. അതും സ്വന്തം കുഞ്ഞിനെയാ ശ്യാം അങ്ങനെ പറയുന്നേ. അവന്റെ മനസ്സിലെ ആ ദുഷിച്ച ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ ശ്യാം അവിടെ നിന്ന് എഴുന്നേക്കുന്നു. അഞ്ജലിയും ശ്യാമും ഹോസ്പിറ്റലിൽ പോവാനായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. ഇത് കാണുന്ന മോഹനൻ ചോദിക്കുന്നുണ്ട്, മോളെ അഞ്ജലി, നീ തനിയാണോ പോകുന്നത്? മനോരമയെ കൂട്ടായിരുന്നില്ലേ? അത് ആൻറ്റി അമ്പലത്തിലോട്ട് പോയി, ഞങ്ങൾ രണ്ടുപേരും പൊക്കോളാ, കുഴപ്പമൊന്നുമില്ല എന്ന് അഞ്ജലി പറയുന്നു. എന്നാ ഇത് കേട്ട് പ്രീതിക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. കാരണം അഞ്ജലി ചേച്ചിയുടെ മേല് ഒരു ശ്രദ്ധ വേണമെന്ന് ശ്രുതിയും ആകാശും അശ്വിനൊക്കെ പറഞ്ഞതാ. ഇവിടെയാണെങ്കിൽ അശ്വിനില്ല, ആകാശം പുറത്തു പോയിരുന്നു, ശ്രുതിയും പുറത്തു പോയിരിക്കുന്നു. അതുകൊണ്ട് പ്രീതി മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിക്കുകയാണ് പ്രീതി പറയുന്നുണ്ട് മോഹനന്റെ അടുത്ത്. അല്ല അങ്കിളിന് കൂടെ പൊക്കൂടെ? അഞ്ജലി ചേച്ചി തനിയല്ലേ പോകുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും ആരെങ്കിലൊക്കെ കൂടെ വേണമെന്ന്. അച്ഛനും അമ്മയും ഇല്ലാത്തതല്ലേ, അങ്കിള് പോയി കഴിഞ്ഞാൽ അഞ്ജലി ചേച്ചിക്ക് അത് വലിയ സന്തോഷമായിരിക്കും, മനസ്സിനും അതൊരു സമാധാനമായിരിക്കും. അഞ്ജലി ചേച്ചിയുടെ കൂടെ പോ. എൻ്റെ മോളെ, ഞാൻ പോലും ഇത് ചിന്തിച്ചില്ല. മോളെ, ഞാൻ കൂടെ വരാം, ഞാൻ പോയിട്ട് പേഴ്സ് എടുക്കട്ടെ എന്നും പറഞ്ഞ് മോഹനൻ ഉള്ളിലോട്ട് പോകുന്നു. എടഞ്ഞുകൊണ്ട് ശ്യാം പ്രീതിയെ തന്നെ നോക്കുന്നുണ്ട്. പ്രീതിയും അതുപോലെ ദേഷ്യത്തില് ശ്യാമിന്റെ മുഖത്തോട്ട് നോക്കുക. അങ്ങനെ പ്ലാൻ ഇട്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അഞ്ജലിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കണമെന്നായിരിക്കും. പക്ഷേ കൂടെ മോഹനൻ വന്നു കഴിഞ്ഞാൽ പ്ലാനൊക്കെ മാറ്റിമറിക്കേണ്ടി വരുമല്ലോ. അതിങ്ങനെ ആലോചിക്കുകയാണ് ശ്യാമ്. പേഴ്സുമായിട്ട് മോഹനൻ വരുന്നു. അങ്ങനെ മോഹനനും അഞ്ജലിയും ശ്യാമും ചേർന്ന് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. പിന്നീടായിട്ട് കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി ആകെ ടെൻഷനില് വീട്ടിലോട്ട് വരുന്നുണ്ട്. പ്രീതിയോട് പറയുന്നുണ്ട്, ചേച്ചി എന്താ മോളെ, എന്താ കാര്യം? നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? പറ, എന്താ കാര്യം? ചേച്ചി, അശ്വിൻ സാറ് പോയിട്ടില്ല മീറ്റിങ്ങിന്. അശ്വിൻ സാറ് ഫ്ലൈറ്റ് കയറിയിട്ടില്ല എന്നാ പറയുന്നേ. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു. ഇതിന് പുറകില് ആ ശ്യാമാണോന്ന് എനിക്കൊരു സംശയം. ഞാനിപ്പോൾ തന്നെ ആകാശിനെ വിളിക്കാം എന്നും പറഞ്ഞ് ആകാശിനെ വിളിച്ചു വരുത്തുന്നു. ആകാശിനോട് ഇക്കാര്യം പറയുമ്പോൾ ആകാശൊന്ന് ഞെട്ടുന്നുണ്ട്. ഞാനെന്തായാലും മീറ്റിംഗ് എവിടെയാണെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്നും പറഞ്ഞ് വിളിക്കുന്നു. ഇവിടെ ഇന്നൊരു മീറ്റിംഗ് ഇല്ലല്ലോ, ഇങ്ങോട്ട് അശ്വിൻ സാറ് വന്നിട്ടുമില്ല എന്നും പറയുന്നു. ഇത് കേൾക്കുന്നതും ഇതിന് പുറകിൽ എന്തോ ചതിയുണ്ടെന്ന് ആകാശും പ്രീതിയും ശ്രുതിയും മനസ്സിലാക്കുന്നുണ്ട്. ഇതിന് പുറകില് ശ്യാം തന്നെയാണ് എന്ന് എല്ലാവരും ഉറപ്പിക്കുക. അങ്ങനെ അശ്വിനെ തെരഞ്ഞ് ആകാശും പ്രീതിയും ശ്രുതിയും കൂടെ ഇറങ്ങുന്നുണ്ട്. ഒരൊഴിഞ്ഞ സ്ഥലത്ത് അശ്വിന്റെ കാറ് കിടക്കുന്നുണ്ടായിരിക്കും. ഓടി ചെല്ലുന്നുണ്ട്. പക്ഷേ കാറ് മാത്രമേ അവിടെ ഉണ്ടായിരിക്കൂ. അശ്വിനാരോ അവിടെ നിന്നാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്.
നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം. ക്ലൈമാക്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നാളെ വീണ്ടും കാണാം. ടാറ്റാ.